ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുപുളിക്കുഴമ്പ്. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ഇതിൽ 2 പുളിയുടെ എലിമെൻറ്റ്സ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റി കറിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. ഇതേപോലത്തെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഒരു പാനൊന്ന് ലോ ഹീറ്റിൽ ചൂടാക്കി എടുക്കണം. എൻ്റെ പാന് നല്ലോണം ചൂടായതുകൊണ്ട് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഉഴുന്ന്, ഉലുവ, അരി, പച്ചരി, പിന്നെ ചുവന്ന മുളക് ഇത്രയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പാനിപ്പോൾ ഒന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആദ്യം നമുക്ക് ഉഴുന്ന്, ഉലുവ, പിന്നെ മുളകും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബ്രൗൺ ചെയ്തെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകരുത്. താത്തി വെച്ചിട്ട് മെല്ലെ ഇത് ഉഴുന്നും പരിപ്പൊന്ന് ബ്രൗണായി, ഉലുവയൊന്ന് ചുവന്ന്, മുളകൊന്ന് ക്രിസ്പി ആവുന്ന വരെ നമുക്കിതൊന്ന് സോട്ടി ചെയ്തെടുക്കാം. അത് റെഡിയായി കഴിയുമ്പോൾ നമ്മുടെ പച്ചരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പച്ചരി ചേർക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങും. അതാണ് അതിൻ്റെ സ്റ്റേജ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ്. തേങ്ങ ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് തേങ്ങയും കൂടി ചേർത്തിട്ട് ഈ മിക്സ്ചർ നന്നായിട്ട് തണുപ്പിച്ചിട്ട് മിക്സിയിൽ വെണ്ണ പോലെ അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അടുത്തൊരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് മീഡിയം ഹൈ ഫ്ലെയിമിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കറി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പച്ചക്കറി എന്ന് പറയുന്നത് ഇളവൻ, മുരിങ്ങക്കായ, ക്യാരറ്റ്. ഏത് മിക്സ്ഡ് വെജിറ്റബിൾസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. വേണമെങ്കിൽ മത്തങ്ങ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൊട്ടറ്റോ ഉപയോഗിക്കാം. എന്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് 3 ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണയിലും കടന്നിട്ട് ഒന്ന് വഴന്നു വരണം. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കഷ്ണത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കഷ്ണം വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 90% കുക്കാവണ വരെ നമുക്ക് അടച്ചു വെച്ച് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് എലിമെന്റ് ഓഫ് പുളി ആഡ് ചെയ്യാം. അതായത് പുളിയുടെ വെള്ളം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് ഇതിലേക്ക് ചേർത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് തിളയ്ക്കണം. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സ്ചർ ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഇനിയൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പുളി ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരയുടെ പാനിയാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ആഡ് ചെയ്താലും മതി. ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നെക്സ്റ്റ് എലിമെന്റ് ഓഫ് പുളി ആഡ് ചെയ്യാം. അതായത് ഒന്നില്ലെങ്കിൽ മോര് ചേർക്കുക, അല്ലെങ്കിൽ തൈരൊന്ന് അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇരുപുളി കുഴമ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റിയാണ്. ഒരു പുളിങ്കറിയുടെ ഒക്കെ ടേസ്റ്റാണ് ഇതിന് വരിക. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.